അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിവാഹ സംബന്ധമായ പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും അനുയോജ്യരായ ഇണകളെ ലഭിക്കുന്നില്ല. സ്ത്രീക്ക് പുരുഷനെ കിട്ടുന്നില്ല, പുരുഷന് സ്ത്രീകളെ കിട്ടുന്നില്ല. അനുയോജ്യരായവർ ഒത്തുവരാതെ പ്രയാസപ്പെടുന്ന ധാരാളം കേസുകൾ വരാറുണ്ട്. വിവാഹം ശരിയാകാൻ വേണ്ടി മഹാന്മാർ നിർദ്ദേശിച്ച ചില വഴികൾ ഇവിടെ പറയുന്നു. അൽ ഹയ്യു അൽ ഗഫാറു ദുൽ ജലാലി വൽ ഇക്റാം അൽ ലത്തീഫു ത്വാഹിറുൽ ഗനിയ്യു തവ്വാബുൽ ഫത്താഹുൽ ജബ്ബാർ. ഇത് കുറേ ഇസ്മുകളാണ്, അള്ളാഹുവിൻ്റെ അസ്മാകളിൽപ്പെട്ട ഇസ്മുകളാണ്. ഈ ഇസ്മുകൾ എഴുതി നമ്മുടെ പോക്കറ്റിൽ, പേഴ്സിൽ, ബാഗിൽ വെക്കുകയും സൂറത്തുൽ അഹ്സാബ് ഒരു പ്രാവശ്യം യാ ഹയ്യു യാ ഗഫാറു യാ ദുൽ ജലാലി വൽ ഇക്റാം യാ ലത്തീഫു യാ ത്വാഹിറു യാ ഗനിയ്യു യാ തവ്വാബു യാ ഫത്താഹു യാ ജബ്ബാർ, ഈ പറയപ്പെട്ട ഇസ്മുകൾ ഓരോന്നും 156 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ 40 ദിവസം കൃത്യമായി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് മശായിഖന്മാരുടെ, ഉസ്താദുമാരുടെ ബറക്കത്ത് കൊണ്ട്, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് 40 ദിവസം കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് വിവാഹം ശരിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ 3 ദിവസം നോമ്പനുഷ്ഠിക്കുകയും റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമ ഖാലിദീന ഫീഹാ ഹസുനത് മുസ്തഖറൻ വമുഖാമാ എന്ന് പറയുന്ന ആയത്ത് 21 പ്രാവശ്യം, ഓരോ ദിവസവും 21 പ്രാവശ്യം ഈ ആയത്ത് ഓതി അവൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് വിവാഹത്തിനുള്ള തടസ്സങ്ങൾ എന്താണോ അതെല്ലാം നീങ്ങി നല്ല ഒരു അന്വേഷണം വരികയും അവൻ്റെ വിവാഹം നടക്കുകയും ചെയ്യും. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഗുരുമുഖത്തു നിന്ന് സമ്മതം വാങ്ങുകയും അവരുടെ നിർദ്ദേശാനുസരണം, അവരുടെ പൊരുത്തത്തോടു കൂടി അക്കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം ഇജാസത്ത് നിർബന്ധമായി വാങ്ങി ചെയ്യലാണ് പൂർണ്ണമായ ഫലപ്രാപ്തിക്ക് ഉത്തമമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഖൈറും സന്തോഷത്തിലുമാക്കി തരുമാറാകട്ടെ. വിവാഹം പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഇണകളെ, ഭർത്താക്കന്മാരെയും അതുപോലെ ചെറുപ്പക്കാർക്ക് നല്ല സ്വാലിഹത്തായ പെൺകുട്ടികളെയും കണ്ടെത്താനുള്ള വഴികൾ അല്ലാഹു തആല തുറന്നു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.